എസ്.എഫ്.ഐ നേതാവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം മാറ്റിയെന്ന വിവാദ വെളിപ്പെടുത്തലിൽ മറുപടിയുമായി അഭിഭാഷകർ. കോൺഗ്രസ് നേതാക്കളായ ഡി.സി.സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.ബി. സെൽവം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മോബിൻ മാത്യു എന്നിവരാണ് CPM ആരോപണം തള്ളി രംഗത്ത് എത്തിയിരിക്കുന്നത്. തങ്ങൾക്ക് എതിരെ പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും ഇരുവരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ്.എഫ്.ഐ നേതാവായിരുന്ന ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി താൻ കണ്ടുവന്ന മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ സോഷ്യൽ മീഡിയ വെളിപ്പെടുത്തലാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് എംപിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫും യൂത്ത് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം മുൻ സെക്രട്ടറിയുമായിരുന്ന സെബിൻ എബ്രഹാം നടത്തിയ പുതിയ വെളിപ്പെടുത്തലാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. തങ്ങൾക്ക് എതിരായി പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും പ്രതി ചേർക്കപ്പെട്ടവരുടെ അഭിഭാഷകർ എന്ന നിലയിലല്ലാതെ തങ്ങൾക്ക് ഈ കേസുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും ഇരുവരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ധീരജ് വധവുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രാഥമികമായിട്ട് അതിൻ്റെ ക്രൈം സ്റ്റേജിൽ പ്രതികൾക്ക് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അന്ന് ഇടുക്കി കോടതിയിലായിരുന്നു അവരുടെ കുറ്റപത്രം അവരുടെ FIR കൊടുത്തിരുന്നത്. ഇടുക്കി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പാർട്ടിയുടെ നേതൃത്വം പ്രതികൾക്ക് വേണ്ടി ഹാജരാകണമെന്ന് അവരെല്ലാം പാർട്ടി ഭാരവാഹികളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും അവരുടെ മാതാപിതാക്കൾ എല്ലാം സമീപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വക്കാലത്തെടുക്കുകയും അവർക്ക് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ജുഡീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം കേസുകളിൽ 27 റിക്കവറി അട്ടിമറിക്കുന്ന രീതിയിൽ ഇങ്ങനെ അത്തരത്തിലുള്ള ഒരു യാതൊരുവിധ ഇടപെടലുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനുശേഷം പിന്നീട് ഇതിൻ്റെ ട്രയൽ ആരംഭിച്ചപ്പോൾ മോബിൻ മാത്യുവും അദ്ദേഹവും ഈ കേസിൽ വക്കാലത്തുള്ള ഒരു അഭിഭാഷകൻ തന്നെയാണ്. അതൊന്നും യാതൊരുവിധ വാസ്തവമില്ലാത്തൊരു വാർത്ത ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ചാനലുകളിൽ വന്നിട്ടുള്ളത് തികച്ചും വാസ്തവമാണെന്ന് മാത്രം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ആഭിമുഖ്യമുള്ള അഭിഭാഷകർ എന്ന നിലയിലാണ് തങ്ങൾക്കെതിരെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതെന്നും ആരോപണം ഉന്നയിച്ച ആളുമായി വ്യക്തിവൈരാഗ്യമില്ലെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയതായി കരുതുന്നതെന്നും കെ.ബി. സെൽവം, മോബിൻ മാത്യു എന്നിവർ തൊടുപുഴയിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ ടുഡേ ന്യൂസ്. എല്ലാത്തും ഇന്റർനെറ്റായേ നാട് മുഴുവൻ ഡിജിറ്റൽ നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ് എന്നാ സ്പീഡാ കേരള വിഷൻ എല്ലാവർക്കും ഇന്റർനെറ്റാ എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.